നമസ്കാരം. ട്രംപിന്റെ വലത് ചെവിയുടെ മുകൾ ഭാഗത്ത് മുറിവേൽപ്പിച്ചുകൊണ്ട് ആ വെടിയുണ്ട കടന്നു പോകുമ്പോൾ ലോകം നടുങ്ങുകയാണ്. കഴിഞ്ഞ ദിവസം പെൻസിൽവേനിയ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദിയിൽ വെച്ച് മുൻ പ്രസിഡന്റും റിപ്പബ്ലിക്കൻ പാർട്ടി സ്ഥാനാർത്ഥിയുമായിട്ട് ഡൊണാൾഡ് ട്രംപ് ആക്രമിക്കപ്പെട്ടപ്പോൾ ഫലത്തിൽ അത് ചരിത്രത്തിന്റെ തനിയാവർത്തനവുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് പറയേണ്ടി വരും. നവംബർ 5 നടക്കുന്ന US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് ഔദ്യോഗികമായിട്ട് നാമനിർദ്ദേശം ചെയ്യപ്പെടുന്നതിന് തൊട്ടു മുൻപ് അതിനു മുൻപാണ് ലോകത്തെ ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു വധശ്രമം നടന്നിരിക്കുന്നത് എന്നുള്ളതാണ്. വെടിശബ്ദവും സീൽക്കാര ശബ്ദത്തോടെയും ചെവിയിൽ ഉരസിപ്പോയ വെടിയുണ്ടയുടെ സ്പർശവും തിരിച്ചറിഞ്ഞ ഉടൻ തന്നെ ട്രംപ് ചെവികൾ അടച്ചു പിടിച്ചുകൊണ്ട് പ്രസംഗപീഠത്തിന് താഴെ നിലത്ത് കുനിഞ്ഞിരുന്നു. സുരക്ഷാഭടന്മാർ അദ്ദേഹത്തിന് മേൽ കമിഴ്ന്നു കിടന്നു. 1 മിനിറ്റിനകം ചോര വാർന്നൊഴുകുന്ന മുഖവുമായിട്ട് എഴുന്നേറ്റ ട്രംപ് സുരക്ഷാ അകമ്പടിയോടെ വേദി വിടുന്നതിനിടെ മുഷ്ടി ചുരുട്ടിക്കൊണ്ട് ഫൈറ്റ് അല്ലെങ്കിൽ പോരാട്ടം തുടരൂ എന്ന് 3 തവണ വിളിച്ചു പറയുന്നു. കാറ്റിൽ പറക്കുന്ന അമേരിക്കൻ പതാകയുടെ പശ്ചാത്തലത്തിലുള്ള ഈ ഫോട്ടോ ട്രംപിന്റെ ധീരതയുടെയും പോരാട്ട വീര്യത്തിൻ്റെയും നേർചിത്രമായി അണികൾ പങ്കുവയ്ക്കുന്നു. ട്രംപിന്റെ പിന്നിലായി വേദിയിലുണ്ടായിരുന്ന അനുയായികളിൽ ഒരാൾ വെടിയേറ്റു മരിക്കുന്നു. 2 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്നു. വേദിയിൽ നിന്ന് 140 മീറ്റർ അകലെ കെട്ടിടത്തിന്റെ മേൽക്കൂരയിൽ നിന്ന് ട്രംപിന് നേരെ 4 തവണ വെടിയുതിർത്ത തോമസ് മാത്യു ക്രൂക്സിനെ സുരക്ഷാ സംഘാംഗങ്ങൾ നിമിഷങ്ങൾക്കുള്ളിൽ വെടിവെച്ചു കൊല്ലുന്നു. അതോടെ അമേരിക്കൻ തിരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി ഡൊണാൾഡ് ട്രംപിനെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നു. റിപ്പബ്ലിക്കൻ നാഷണൽ കൺവെൻഷനിൽ വ്യക്തമായിട്ടുള്ള പിന്തുണ ലഭിച്ചതോടെയായിരുന്നു ഔദ്യോഗിക പ്രഖ്യാപനം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. റിപ്പബ്ലിക്കൻ US സെനറ്ററായിട്ടുള്ള JD വാൻസിനെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിട്ടും അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. US പെൻസിൽവേനിയയിൽ തിരഞ്ഞെടുപ്പ് റാലിക്കിടെ ഡൊണാൾഡ് ട്രംപിന് നേരെ ഉണ്ടായ വധശ്രമത്തിന് പിന്നിലെ ലക്ഷ്യം അത് പുറത്തു കൊണ്ടുവരുവാൻ ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ അതായത് FBI ശ്രമം തുടങ്ങിയിട്ടുമുണ്ട്. മുൻ പ്രസിഡന്റിനെ വെടിവെച്ച തോമസ് മാത്യു ക്രൂക്സിനെ അതിന് പ്രേരിപ്പിച്ചത് എന്താണ് എന്ന് ഇപ്പോഴും അവ്യക്തമാണ്. അക്രമി ഒറ്റയ്ക്കാണ് എത്തിയത് എന്നും കൂട്ടാളികളില്ല എന്നും FBI അറിയിക്കുന്നുണ്ട്. പക്ഷേ ആഭ്യന്തര ഭീകര പ്രവർത്തനമെന്ന നിലയിലാണ് ഈ അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുന്നത്. വധശ്രമത്തെ അതിജീവിച്ച ട്രംപിന് ജനപിന്തുണ കൂടുന്നുവെന്നാണ് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ അടക്കം വിലയിരുത്തൽ. ഈ സാഹചര്യവും ട്രംപിനെ പാർട്ടിയിൽ ജനകീയനാക്കി എന്നുള്ളതാണ്. പാർട്ടിയുടെ ദേശീയ കൺവെൻഷനിലായിരുന്നു പ്രഖ്യാപനം. സാധ്യതാ പട്ടികയിൽ ഉണ്ടായിരുന്ന ഫ്ലോറിഡ സെനറ്റർ മാർക്കോ റൂബിയോ, നോർത്ത് ഡക്കോട്ട ഗവർണർ ഡഗ് ബെർഗം എന്നിവരെ പിന്തള്ളിയാണ് 39-കാരനായ വാൻസിനെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാക്കിയത്. നേരത്തെ ട്രംപിന്റെ കടുത്ത വിമർശകനായിരുന്ന വാൻസ് ഇപ്പോൾ ട്രംപ് ക്യാമ്പിലെ മുൻനിരക്കാരനാണ്. US സർക്കാരിൽ അറ്റോർണിയായിട്ടുള്ള ഇന്ത്യൻ വംശജ ഉഷ ചിലുഗിരിയാണ് ഭാര്യ. ഒഹോയിലെ മിഡിൽ ടൗണിൽ ദരിദ്ര കുടുംബത്തിൽ ജനിച്ചു വളർന്ന വാൻസ് US സൈനികനായി ഇറാഖിൽ ഉൾപ്പെടെ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് ഒഹായോ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി, യേലോ സ്കൂൾ എന്നിവിടങ്ങളിലൊക്കെ ബിരുദങ്ങൾ നേടുകയുണ്ടായി. സിലിക്കൺ വാലിയിൽ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റായിരുന്നു അദ്ദേഹം. ഹിൽബില്ലി എലജി എന്ന ഓർമ്മക്കുറിപ്പിലൂടെ ദേശീയ ശ്രദ്ധ നേടുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം വിവിധ വിഷയങ്ങളിലെ നിലപാടുകളിൽ ഡൊണാൾഡ് ട്രംപിന്റെ തനിപ്പകർപ്പാണ് JD വാൻസ് എന്ന് US പ്രസിഡന്റ് ജോ ബൈഡൻ ആരോപിക്കുകയും ചെയ്തിട്ടുണ്ട്. മരണത്തെ മുഖാമുഖം കണ്ട ഡൊണാൾഡ് ട്രംപിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണ രീതികളിൽ അടിമുടി മാറ്റം ഇപ്പോൾ ദൃശ്യമാകുന്നു. ചോരയൊഴുകുന്ന മുഖവുമായിട്ട് മുഷ്ടി ചുരുട്ടി നിൽക്കുന്ന ട്രംപിന്റെ ചിത്രം പ്രചാരണത്തിന് പുതിയ ഊർജ്ജമായി മാറ്റി. ട്രംപിന് പാർട്ടിയിലും അമേരിക്കൻ സമൂഹത്തിൽ പൊതുവെയും പുതിയൊരു പരിവേഷം കൈവരികയും ചെയ്തിട്ടുണ്ട് ഈ വെടിവയ്പ്. ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ നിൽക്കേണ്ടതല്ല, ഞാൻ മരിച്ചു പോകേണ്ടിയിരുന്ന ആളാണ്. ന്യൂയോർക്ക് പോസ്റ്റ് നൽകിയ ഒരു അഭിമുഖത്തിൽ ട്രംപ് പറഞ്ഞത് ഇങ്ങനെയാണ്: ദൈവാനുഗ്രഹം കൊണ്ടാണ് ഞാനിപ്പോഴും ജീവിച്ചിരിക്കുന്നത് എന്നും ആ നിമിഷം എന്തുകൊണ്ടോ എനിക്ക് തലവെട്ടിക്കാൻ തോന്നിയെന്ന് മാത്രമല്ല അതിൻ്റെ സമയവും കണക്കുമെല്ലാം വളരെ കൃത്യമായി ട്രംപ് ഓർത്തെടുക്കുകയും ചെയ്യുന്നുണ്ട്. അതിൽ ചിലതുണ്ട് പറയാനെന്നുള്ളതാണ്. പ്രസിഡന്റിനും പ്രസിഡന്റ് സ്ഥാനാർത്ഥിക്കും നേരെയുള്ള വധശ്രമങ്ങളും ആക്രമണങ്ങളും അമേരിക്കയ്ക്ക് പുതുമയുള്ള ഒരു കാര്യവുമൊന്നുമല്ല. പ്രമുഖരായിട്ടുള്ള പല നേതാക്കളും സമാനമായിട്ടുള്ള അതിക്രമങ്ങൾ പലകുറി നേരിട്ടിട്ടുള്ളതാണ്. ശരിക്കും ചോരയിൽ കുളിച്ചു തന്നെയാണ് US രാഷ്ട്രീയവും വളർന്നതെന്ന് പറയേണ്ടിയിരിക്കുന്നു. 4 അമേരിക്കൻ പ്രസിഡന്റുമാരുടെ തന്നെ ജീവൻ ഇങ്ങനെ നഷ്ടമായിട്ടുമുണ്ട്. ശരിക്കും ചോരയിൽ കുളിച്ചു വളർന്ന അമേരിക്കൻ രാഷ്ട്രീയം. ഇവിടെ ഈ അമേരിക്കയെ മാത്രമല്ല ലോകത്തെ തന്നെ നടുക്കിയ സംഭവമായിരുന്നു അടിമത്ത നിരോധനത്തിലൂടെ ചരിത്രം കുറിച്ച US പ്രസിഡന്റ് എബ്രഹാം ലിങ്കന്റെ കൊലപാതകം എന്ന് പറയുന്നത്. തോൽവി എന്ന വാക്കിനെ കഠിനാധ്വാനം എന്ന വാക്കുകൊണ്ട് തിരുത്തിയ ഒരു നേതാവാണ് എബ്രഹാം ലിങ്കൻ. കൊടും ദാരിദ്ര്യത്തിലേക്കായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം. ജീവിതത്തിലുടനീളം നേരിട്ടത് നിരവധി പരാജയങ്ങൾ. 8 തിരഞ്ഞെടുപ്പുകളിൽ അദ്ദേഹം പരാജയപ്പെട്ടു. 2 തവണ ബിസിനസ് തകർന്നു. ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ പലതവണ ജീവിതത്തിൽ വെല്ലുവിളിയായി തീർന്നിരുന്നു ലിങ്കൺ. 1832 സംസ്ഥാന നിയമസഭയിലേക്ക് മത്സരിച്ചപ്പോഴായിരുന്നു ലിങ്കന്റെ ആദ്യ പരാജയം. 1834 സംസ്ഥാന നിയമസഭയിലേക്ക് വീണ്ടും മത്സരിച്ച് ജയിച്ചെങ്കിലും 1838 സംസ്ഥാന നിയമസഭയുടെ സ്പീക്കറാകാൻ മത്സരിച്ച് വീണ്ടും പരാജയപ്പെട്ടു.
1840-ലും 1843-ലും വീണ്ടും പരാജയം. അതിനിടെ 1846-ൽ അമേരിക്കൻ കോൺഗ്രസിലേക്ക് മത്സരിച്ച് വിജയിക്കുന്നു. 48-ൽ വീണ്ടും തോൽവി. 54-ൽ സെനറ്റിലേക്ക് മത്സരിച്ച് വീണ്ടും തോറ്റു. 56-ൽ മറ്റൊരു പരാജയം കൂടി. 58-ൽ വീണ്ടും സെനറ്റിലേക്ക് മത്സരിച്ച് പരാജയപ്പെടുന്നു. ഒടുവിൽ 1860-ൽ അമേരിക്കൻ ഐക്യനാടുകളുടെ പ്രസിഡന്റായി എബ്രഹാം ലിങ്കൺ എത്തുന്നു. ആദ്യ തോൽവിയിൽ അദ്ദേഹം പിന്തിരിഞ്ഞിരുന്നുവെങ്കിൽ അടിമത്ത നിരോധനം അടക്കം മഹത്തായ കാര്യങ്ങൾ ചെയ്ത മികച്ച ഒരു ഭരണാധികാരിയെ നഷ്ടമാകുമായിരുന്നു അമേരിക്കയ്ക്ക്. ജീവിതത്തിലുടനീളമുള്ള ആ അനിശ്ചിതത്വം ലിങ്കന്റെ മരണത്തിലും ഉണ്ടായിരുന്നു എന്നുള്ള പ്രത്യേകതയുണ്ട്. പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുന്ന ആ സമയത്ത് അദ്ദേഹം കൊല്ലപ്പെടുമെന്ന് ആരും തന്നെ കരുതിയിരുന്നില്ല എന്നുള്ളതാണ്. കൊല്ലപ്പെടുന്ന ആദ്യത്തെ അമേരിക്കൻ പ്രസിഡന്റായിരുന്നു എബ്രഹാം ലിങ്കൺ. ലിങ്കണും ഭാര്യ മേരി ടോഡ് ലിങ്കണും 1865 ഏപ്രിൽ 13-ന് വാഷിംഗ്ടണിലെ ഫോർട്ട് തിയേറ്ററിൽ നിന്ന് ഓർക്ക് അമേരിക്കൻ കസിൻ എന്ന കോമഡി പെർഫോമൻസ് കാണുന്നതിനിടെയായിരുന്നു ആക്രമണം ഉണ്ടായത്. ജോൺ വിൽക്കിസ് ബൂത്ത് എന്നുള്ള ആളായിരുന്നു വെടിവെപ്പിന് പിന്നിൽ. തലയ്ക്ക് പിന്നിൽ വെടിയേറ്റ അദ്ദേഹത്തെ ഉടനെ സമീപത്തെ വീട്ടിലെത്തിച്ച് വൈദ്യസഹായം നൽകിയെങ്കിലും തൊട്ടടുത്ത ദിവസം തന്നെ, അതായത് ഏപ്രിൽ 14-ന് രാവിലെയോടുകൂടി എബ്രഹാം ലിങ്കൺ മരണപ്പെട്ടു. കറുത്ത വർഗ്ഗക്കാരെ പിന്തുണയ്ക്കുന്ന ലിങ്കന്റെ നിലപാടാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്ന് പറയപ്പെടുന്നുണ്ട്. മരണത്തിന് 2 വർഷം മുൻപ് അടിമത്തത്തെ ചൊല്ലിയുണ്ടായ ആഭ്യന്തര യുദ്ധത്തിൽ കറുത്ത വർഗ്ഗക്കാർക്ക് അനുകൂലമായിട്ടുള്ള നിലപാടായിരുന്നു ലിങ്കൺ അന്ന് കൈക്കൊണ്ടിരുന്നത് എന്നുള്ളതാണ്. ഈ കൊലപാതകം നടക്കുന്ന സമയത്ത് ലിങ്കണൊപ്പം സദാസമയവും ഉണ്ടാകുന്ന സുരക്ഷാസേന ഒപ്പം ഉണ്ടായിരുന്നില്ല. തിയേറ്ററിന്റെ പിന്നിലെ വാതിൽ തുറന്നെത്തിയ കൊലപാതകി ലിങ്കന്റെ തലയ്ക്ക് പിന്നിലേക്ക് വെടിയുതിർത്തു. ചെവിക്ക് പിന്നിൽ തലയോട്ടിയും തുളച്ച് തലച്ചോറിലൂടെ അത് കടന്നുപോയി. ലിങ്കൺ ഉടൻ തന്നെ നിലംപതിച്ചു. സ്വാതന്ത്ര്യമെന്ന് ആക്രോശിച്ചുകൊണ്ടായിരുന്നു കൊലപാതകി ബൂത്ത് അന്ന് രക്ഷപ്പെട്ടത്. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം, കൃത്യമായി പറഞ്ഞാൽ 12 ദിവസങ്ങൾക്ക് ശേഷം ഏപ്രിൽ 26-ന് ബൂത്തിനെ പോലീസ് പിടികൂടുകയും കൊലപ്പെടുത്തുകയും ചെയ്തു. ഇവിടെ നമ്മൾ ഇനിയും ആലോചിക്കേണ്ടത് അമേരിക്കയുടെ പദവിയിലേക്ക് കൊല്ലപ്പെടുന്ന 2ാമത്തെ പ്രസിഡന്റായിരുന്നു ജെയിംസ് ഗാർഫീൽഡ്. US-ന്റെ 20ാമത് പ്രസിഡന്റായിരുന്നു ഗാർഫീൽഡ്. 1881 ജൂലൈ 2-ന് വാഷിംഗ്ടണിലെ ട്രെയിൻ സ്റ്റേഷനിൽ വെച്ചാണ് വെടിയേറ്റ് മരിച്ചത്. ന്യൂ ഇംഗ്ലണ്ടിലേക്ക് അന്ന് ട്രെയിൻ കയറാൻ നിൽക്കുമ്പോഴായിരുന്നു ഈ ചാൾസ് ഗിറ്റിയു എന്നയാൾ വെടിയുതിർത്തത്. മാരകമായി പരിക്കേറ്റ അദ്ദേഹം ആഴ്ചകളോളം വൈറ്റ് ഹൗസിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്നുവെങ്കിലും സെപ്റ്റംബറിൽ അദ്ദേഹത്തിന് മരണത്തിന് കീഴടങ്ങേണ്ടിരുന്നു. ടെലിഫോൺ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ അലക്സാണ്ടർ ഗ്രഹാം ബെൽ പ്രസിഡന്റിന് വേണ്ടി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ഉപകരണം ഉപയോഗിച്ച് ഗാർഫീൽഡിന്റെ നെഞ്ചിൽ തറച്ച വെടികുണ്ടകൾ പുറത്തെടുക്കുന്നതിന് വേണ്ടി ശ്രമം നടത്തിയെങ്കിലും അവർ പരാജയപ്പെട്ടു പോയി. മാരകമായി പരിക്കേറ്റ ആഴ്ചകളോളം വൈറ്റ് ഹൗസിൽ ചികിത്സയിൽ തുടർന്നുവെങ്കിലും സെപ്റ്റംബർ മാസത്തിൽ ന്യൂ ജേഴ്സിയിലെത്തിയപ്പോൾ അദ്ദേഹം മരിച്ചു. കൊലപാതകയെ 1882-ൽ വധശിക്ഷയ്ക്ക് വിധേയനാക്കുകയും ചെയ്തു. കൊലയാളികളും ഒരു രാഷ്ട്രീയക്കാരനുമായിരുന്നു. ദൈവശാസ്ത്രം, നിയമപരിശീലനം തുടങ്ങിയ നിരവധി സംരംഭങ്ങളിൽ പരാജയപ്പെട്ടതിനു ശേഷമാണ് ഗിറ്റിയു രാഷ്ട്രീയത്തിലേക്ക് തിരിഞ്ഞത്. 1880-ലെ റിപ്പബ്ലിക്കൻ പ്രസിഡൻഷ്യൽ നോമിനേഷനിൽ അദ്ദേഹം ഗാർഫീൽഡിന്റെ എതിർചേരിയിലായിരുന്നു. 39 വയസ്സുള്ള ഗിറ്റിയു മാനസികമായ പ്രശ്നങ്ങളുള്ള വ്യക്തിയായാണ് വിലയിരുത്തപ്പെട്ടത്. തന്നെ യൂറോപ്യൻ കോൺസുലേറ്റിൽ നിയമിക്കുവാൻ പ്രസിഡന്റ് വിസമ്മതിച്ചതിനാണ് കൊലയ്ക്ക് പ്രകോപനമായത്. ഗിറ്റിയു ആഴ്ചകളോളം ഗാർഫീൽഡിനെ പിന്തുടർന്നാണ് അയാൾ കൊല നടത്തിയത് എന്നുള്ളതാണ്. പ്രസിഡന്റ് മരിച്ച ദിവസം ഗിറ്റിയു പറഞ്ഞത് അത് കൊലപാതകമല്ല, ദൈവത്തിന്റെ ഒരു പ്രവൃത്തിയാണ് എന്ന്. തൂക്കിക്കൊല്ലാൻ വിധിച്ചപ്പോഴും ദൈവം തന്നെ കൊണ്ട് ചെയ്യിച്ചതാണ് എന്നായിരുന്നു കൊലപാതകിയുടെ മറുപടി എന്ന് പറയുന്നത്. നമുക്കറിയാം, സാമ്പത്തിക മാന്ദ്യത്തിന് കാരണക്കാരൻ എന്ന പേരിലും ഒരു അമേരിക്കൻ പ്രസിഡന്റ് അവിടെ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. US-ന്റെ 25ാമത് പ്രസിഡന്റ് വില്യം മക്കൻലിയുടെ കൊലപാതകം അങ്ങനെ സംഭവിച്ചതാണ്. തുടർച്ചയായ 2ാം വട്ടവും അമേരിക്കയുടെ പ്രസിഡന്റായി അധികാരത്തിലേറിയ 6 മാസം പിന്നിടുമ്പോഴായിരുന്നു ആ കൊലപാതകം നടന്നത്. 1901 സെപ്റ്റംബർ മാസം 6-ന് ന്യൂയോർക്കിലെ ബുഫോലയിൽ അവിടെ സ്ഥിതി ചെയ്യുന്ന ടെമ്പിൾ ഓഫ് മ്യൂസിക്കിൽ പ്രസംഗിച്ച് മടങ്ങുകയായിരുന്നു അദ്ദേഹം. ആളുകൾക്ക് കൈകടത്ത് നടന്നു പോകുന്നതിനിടെയായിരുന്നു പോയിന്റ് ബ്ലാങ്കിൽ നെഞ്ചിലേക്ക് ഒരാൾ 2 തവണ വെടിയുതിർത്തത്. ആളുകളോട് സംസാരിക്കുമ്പോൾ സുരക്ഷ വേണ്ടെന്ന് അദ്ദേഹം ഉദ്യോഗസ്ഥരെ ചട്ടം കെട്ടുകയും ചെയ്തു. അതിനാൽ സുരക്ഷാ ഉദ്യോഗസ്ഥരൊന്നും ഒപ്പമുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. വെടിയേറ്റ പ്രസിഡന്റ് രക്ഷപ്പെടുമെന്ന് കരുതിയിരുന്നുവെങ്കിലും ഒരാഴ്ചയ്ക്ക് ശേഷം സെപ്റ്റംബർ 14-ന് അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. ലിയോൺ ഓഫ് സോർഗോസ് എന്ന 28 വയസ്സുകാരനായിരുന്നു ആക്രമണത്തിന് പിന്നിൽ. വെടിയുതിർത്തത് താനാണെന്ന് ലിയോൺ സമ്മതിക്കുകയും ചെയ്തു. 1 മാസത്തെ കോടതി വിചാരണയ്ക്ക് ശേഷം വധശിക്ഷ വിധിക്കുന്നു. ഒക്ടോബർ 29-ന് ഇലക്ട്രിക് ചെയറിൽ ഇരുത്തി ഷോക്കടിപ്പിച്ചാണ് വധശിക്ഷ നടപ്പാക്കിയത്. അരാജകത്വവാദിയായിരുന്നു ലിയോണിന് 1893-ലെ സാമ്പത്തിക മാന്ദ്യത്തിൽ ജോലി നഷ്ടപ്പെട്ടിരുന്നു. ഇതിൽ കടുത്ത പ്രതിഷേധമായിരുന്നു അവനുണ്ടായിരുന്നത്. പ്രസിഡന്റ് മക്കൻലി അടിച്ചമർത്തുന്ന വിഭാഗത്തിനൊപ്പമാണ് എന്നും അദ്ദേഹത്തെ കൊല്ലേണ്ടത് തൻ്റെ ഉത്തരവാദിത്തമായിരുന്നുവെന്നുമാണ് കൊലപാതകത്തെക്കുറിച്ചുകൊണ്ട് ഈ ലിയോൺ പിന്നീട് പറയുകയുണ്ടായത്.
പ്രസിഡന്റിന്റെ നെഞ്ചിലേക്ക് തുളച്ചു കയറിയ ഒരു ബുള്ളറ്റ് വീണ്ടെടുക്കാൻ പോലും സാധിച്ചിരുന്നില്ല എന്നുള്ളതാണ്. പ്രസിഡന്റ് മക്കൻലിയുടെ മരണത്തോടെയാണ് US സീക്രട്ട് സർവീസസ് പ്രസിഡന്റിന്റെ സുരക്ഷാ ചുമതല നൽകുന്ന നിയമം അമേരിക്കൻ കോൺഗ്രസ് പാസാക്കിയെടുക്കുന്നത്. അവിടെ പലപ്പോഴും മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, കൊലപാതകങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ലോകത്തിലെ എവർഗ്രീൻ മർഡർ മിസ്റ്ററി ഏതാണെന്ന് ചോദിച്ചാൽ അത് അമേരിക്കൻ പ്രസിഡന്റും ലോകം മുഴുവൻ ആരാധകരുമുള്ള കെന്നഡിയുടെ പദമാണ്. നൂറുകണക്കിന് നോവലുകൾക്കും സിനിമകൾക്കും വിഷയമായിട്ടുള്ള ഈ സംഭവം ഇന്നും ലോകത്തിന് മുന്നിൽ ഒരു പ്രഹേളികയാണ്. കെന്നഡി കൊലയുടെ യഥാർത്ഥ കാരണം ഇന്നും പിടികിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. 1963 നവംബറിൽ ഭാര്യ ജാക്വലിൻ കെന്നഡിക്കൊപ്പം ഡാളസ് സന്ദർശിക്കുന്നതിനിടെയാണ് വെടിയേറ്റത്. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. വെറും 46 വയസ്സുള്ളപ്പോഴാണ് US ചുറുചുറുക്കുള്ള പ്രസിഡന്റായ കെന്നഡി മരിക്കുന്നത്. കെന്നഡിയുടെ ഭാര്യ ജാക്വലിൻ ടെക്സസ് ഗവർണറായ ജോൺ ബി കോണലി ജൂനിയർ എന്നിവർക്കൊപ്പം അന്ന് വെടിയേറ്റിരുന്നു. പരുക്കുകളോടെയാണ് അവരെല്ലാവരും അന്ന് രക്ഷപ്പെട്ടത് പോലും. ഹൈ പവർ റൈഫിൾ ഉപയോഗിച്ച് കെന്നഡിക്ക് നേരെ ആക്രമി വെടിയുതിർക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ കെന്നഡിയെ പാർക്ക്ലാൻഡ് മെമ്മോറിയൽ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. കൊലപാതകം നടത്തിയത് ലീ ഹാർവി ഓസ്വാൾഡ് എന്നായിരുന്നു. അറസ്റ്റിന് 2 ദിവസത്തിന് ശേഷം കൗണ്ടി ജയിലിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് കെന്നഡിയുടെ ആരാധകനായിട്ടുള്ള ഒരു നിശാ ക്ലബ് ഉടമ ജാക്ക് റൂബി പ്രതി ലീ ഹാർവിലിനെ വെടിവെച്ചു കൊല്ലുന്നു. ഇതോടെ കേസിലെ ഗൂഢാലോചന അജ്ഞാതമായി തുടരുന്നു എന്നതാണ്. ആരായിരുന്നു ആ കൊലപാതകത്തിന് പിന്നിലെന്ന് ഇപ്പോഴും ദുരൂഹത തുടരുകയാണ്. കെന്നഡിയുടെ കൊലപാതകത്തിന്റെ CIA, അമേരിക്കൻ മാഫിയ, ലിൻഡൻ ജോൺസൺ, ഫിദൽ കാസ്ട്രോ, KGB തുടങ്ങിയ പല ഉന്നത സ്ഥാപനങ്ങളും സംശയനിഴലിലായി. അന്ന് ശീതയുദ്ധകാലമായിരുന്നു. അമേരിക്ക നയിക്കുന്ന മുതലാളിത്ത ചേരിയും സോവിയറ്റ് റഷ്യ നയിച്ച സോഷ്യലിസ്റ്റ് ചേരിയും തമ്മിൽ വലിയ കിടമത്സരം, സംഘർഷ മനോഭാവമൊക്കെ നിലനിൽക്കുന്ന കാലഘട്ടം. മുതലാളിത്ത ചേരിയുടെ ഏറ്റവും പ്രമുഖ നേതാവും ചാമ്പ്യനുമായിരുന്നു കെന്നഡി. ക്യൂബയിലെ കാസ്ട്രോ ഭരണകൂടത്തെ അട്ടിമറിക്കുവാൻ നടത്തിയ ബേ ഓഫ് പിഗ്സ് ആക്രമണവും അതുപോലുള്ള ശ്രമങ്ങളുമൊക്കെ, ക്യൂബയിൽ റഷ്യ മിസൈൽ താവളം സ്ഥാപിക്കുന്നതിന് നാവിക ഉപരോധം ഏർപ്പെടുത്തിയതും മറ്റ് നയങ്ങളുമൊക്കെ കെന്നഡിയെ രാജ്യാന്തര തലത്തിൽ പ്രശസ്തനാക്കുകയായിരുന്നു എന്നുള്ളതാണ്. അതിനാൽ തന്നെ ശീതയുദ്ധം നിലനിൽക്കുന്ന സമയത്ത് അങ്ങനെ സംഭവിച്ച കെന്നഡി വധം ലോകം വീണ്ടും പ്രശ്നങ്ങളിലേക്ക് പോകുമോ എന്നുള്ള ഒരു ആശങ്ക ഉടനടി ഉയരുകയും ചെയ്തു. ഒരു 3ാം ലോക മഹായുദ്ധത്തിന്റെ സാധ്യത വരെ ചുരുങ്ങിയ സമയത്തിൽ പലരും ചർച്ച ചെയ്തു എന്നുള്ളതാണ്. എന്നാൽ കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ കെന്നഡിയുടെ കൊലയാളിയെ അറസ്റ്റ് ചെയ്യുന്നു. ലീ ഹാർവി ഓസ്വാൾഡ് എന്ന 24-കാരനായിരുന്നു അത്. കെന്നഡിയുടെ നയങ്ങളോട് എതിർപ്പുള്ള ആളായിരുന്നു ലീ. പിന്നീട് ലീയെ കെന്നഡിയുടെ ആരാധകനും നിശാ ക്ലബ് ഉടമയുമായിട്ടുള്ള ജാക്ക് റൂബി വെടിവെച്ചു കൊല്ലുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. കൊലയാളിയെ അറസ്റ്റ് ചെയ്തുവെങ്കിലും അത് പൂർണ്ണമായി വിശ്വസിക്കുവാൻ പലരും തയ്യാറായിരുന്നില്ല. 2017 നടത്തിയ ഒരു അഭിപ്രായ സർവേയിലും US-ലെ 67% പേർ കെന്നഡിയുടെ മരണത്തിൽ ദുരൂഹതയുണ്ട് എന്ന് തന്നെ വിശ്വസിക്കുന്നതായി വെളിപ്പെടുകയും ചെയ്തിട്ടുണ്ട്. 1964 US അന്വേഷണത്തിലും വാറൻ കമ്മീഷന്റെ അന്വേഷണത്തിലും ലീ ഹാർവി ഓസ്വാൾഡ് സോവിയറ്റ് യൂണിയനിൽ മുൻപ് താമസിച്ചിരുന്നതായി സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. ലീ ഹാർവി തനിച്ചാണ് ഈ കൊലപാതകം നടത്തിയതെന്ന് വ്യക്തമായിരുന്നു. മെക്സിക്കോ സിറ്റിയിൽ വെച്ച് 1963 അദ്ദേഹം കണ്ടുമുട്ടിയ സോവിയറ്റ് KGB ഉദ്യോഗസ്ഥനെ പറ്റിയും അന്വേഷണം നടന്നു. കെന്നഡി വധം സംബന്ധിച്ച 1500ഓളം രേഖകൾ മുദ്രവെച്ച കവറിൽ ഇപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട്. അമേരിക്കയുടെ ആഭ്യന്തര സുരക്ഷയെ ബാധിക്കുന്നതിനാൽ അത് പുറത്തുവിട്ടിട്ടില്ല. ഇന്നും അമേരിക്കക്കാരുടെ പ്രിയപ്പെട്ട നിഗൂഢ സിദ്ധാന്തങ്ങളിൽ പലതും ഈ വധവുമായി ബന്ധപ്പെട്ടതാണ്. പലപ്പോഴും നമുക്കറിയാവുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ സുരക്ഷാ സന്നാഹമുള്ള രാജ്യങ്ങളിൽ ഒന്ന് ഏതാണെന്ന് ചോദിച്ചാൽ അമേരിക്കയാണ്. എന്നിട്ടും അവർക്ക് തങ്ങളുടെ പ്രസിഡന്റുമാർക്ക് നേരെയുള്ള ആക്രമണങ്ങൾക്ക് പൂർണ്ണമായിട്ടും തടയിടുവാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അമേരിക്കയുടെ 32ാമത് പ്രസിഡന്റായിരുന്ന ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റ് ഓപ്പൺ കാറിൽ നിന്ന് പ്രസംഗിക്കുന്നതിനിടെയാണ് ആക്രമിക്കപ്പെട്ടത്. 1933 സംഭവം. റൂസ്വെൽറ്റിന് പരിക്കേറ്റില്ല എങ്കിലും സംഭവത്തിൽ ചിക്കാഗോ മേയർ ആന്റൺ സെർമാക്ക് കൊല്ലപ്പെട്ടു. സംഭവത്തിൽ ഗിസപ്പി സംഗാറ എന്ന ആളെ കസ്റ്റഡിയിലെടുക്കുകയും വധശിക്ഷ വിധിക്കുകയും ചെയ്തു. അന്ന് ഇനി നമുക്കറിയാവുന്നത് വൈറ്റ് ഹൗസിന് സമീപം ബ്ലെയർ ഹൗസിൽ വെച്ചാണ് US-ന്റെ 33ാമത് പ്രസിഡന്റായ ഹാരി എസ് ട്രൂമാനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ആക്രമികൾ എത്തുന്നത്. 1950 സംഭവം. ട്രൂമാന് പരിക്കേറ്റിട്ടില്ലെങ്കിലും വെടിവെപ്പിൽ വൈറ്റ് ഹൗസ് പോലീസ് ഉദ്യോഗസ്ഥനും അക്രമികളിൽ ഒരാളും കൊല്ലപ്പെട്ടു. സംഭവവുമായി ബന്ധപ്പെട്ടിട്ട് ഓസ്കാർ കലാസോ എന്നയാൾ അറസ്റ്റ് ചെയ്യുകയും വധശിക്ഷ വിധിക്കുകയും ചെയ്തു. എന്നാൽ ട്രൂമാൻ ഈ വധശിക്ഷ ജീവപര്യന്തമാക്കി കുറച്ചു. 1975 ഏതാനും ആഴ്ചകൾക്കുള്ളിൽ 2 വധശ്രമങ്ങൾ നേരിട്ടെയാണ് അമേരിക്കയുടെ 38ാമത് പ്രസിഡന്റായിരുന്ന ജെറാൾഡ് ഫോർഡ്. 2 ആക്രമണങ്ങളിലും പ്രസിഡന്റിന് പരിക്കുകളേറ്റില്ല. കാലിഫോർണിയ ഗവർണറെ കാണാനുള്ള യാത്രക്കിടെയായിരുന്നു ആദ്യ ശ്രമം. 17 ദിവസങ്ങൾക്ക് ശേഷം സാൻ ഫ്രാൻസിസ്കോയിൽ വെച്ച് സാറ ജെയിൻ എന്നു പേരുള്ള മറ്റൊരു സ്ത്രീയും പ്രസിഡന്റിന് നേരെ വെടിയുതിർത്തു. പക്ഷേ ഇത് ലക്ഷ്യം കണ്ടില്ല. ഇരുവരെയും അറസ്റ്റ് ചെയ്തു. അതുപോലെ അമേരിക്കയെ ഞെട്ടിച്ചതായിരുന്നു ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിരിക്കെ തന്നെയായിരുന്നു
ജോർജ് വാലസിൻ്റെയും മരണം. 1972 മേരിലാൻഡിൽ തിരഞ്ഞെടുപ്പ് റാലിക്കിടെ വെടിയേറ്റ ജോർജ് സി വാലസ് ശരീരം തളർന്ന് കിടപ്പിലാവുകയും മരണപ്പെടുകയുമായിരുന്നു. കൊലപാതകവുമായി ബന്ധപ്പെട്ട് ആർതർ ബ്രമ്മർ എന്നയാളെ അറസ്റ്റ് ചെയ്തു. 2007 ഇദ്ദേഹം മോചിതനാവുകയും ചെയ്തു. ഇവിടെ കെനഡിയുടെ സഹോദരൻ റോബർട്ട് എഫ് കെനഡിയും ദുരൂഹമായിട്ടുള്ള സാഹചര്യത്തിലാണ് മരിച്ചുപോയത്. ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിരിക്കെയാണ് റോബർട്ട് എഫ് കെനഡിയുടെ മരണം. ലോസ് ആഞ്ചലസിലെ ഹോട്ടലിൽ വെച്ചായിരുന്നു അന്ന് അദ്ദേഹത്തിന് വെടിയേറ്റത്. കാലിഫോർണിയ പ്രൈമറി മത്സരം വിജയിച്ച് മണിക്കൂറുകൾക്കുള്ളിലായിരുന്നു കൊലപാതകം. ജോൺ കെനഡി കൊല്ലപ്പെട്ട 5 വർഷങ്ങൾക്ക് ശേഷമായിരുന്നു റോബർട്ടിന്റെ കൊലപാതകം സംഭവിച്ചത് എന്നാണ്. പ്രതിയെ അറസ്റ്റ് ചെയ്ത് വധശിക്ഷയ്ക്ക് വിധിച്ചു. ഇവിടെ ബുഷും ഒപ്പം തന്നെ റീഗനും രക്ഷപ്പെടുന്നുണ്ടായിരുന്നു തലനാരിഴയ്ക്ക്. എങ്ങനെയാണത്? സാക്ഷാൽ റൊണാൾഡ് റീഗനും ജോർജ് ബുഷിനും പോലും അക്രമികളിൽ നിന്ന് രക്ഷയുണ്ടായിരുന്നില്ല. 2005 ബെലീസിയിൽ ഒരു റാലിയിൽ പങ്കെടുക്കുന്നതിനിടെയായിരുന്നു ജോർജ് ഡബ്ല്യു ബുഷിന് നേരെ ആക്രമണം ഉണ്ടായത്. പ്രസിഡന്റിന് നേരെ ഗ്രനേഡ് എറിയുകയായിരുന്നു. പക്ഷേ ഗ്രനേഡ് പൊട്ടിയില്ല, ആർക്കും പരിക്കേറ്റില്ല. അക്രമിയെ അറസ്റ്റ് ചെയ്ത് ജീവപര്യന്തം ശിക്ഷിച്ചു. 1981 മാർച്ച് 30 പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിരുന്ന റൊണാൾഡ് റീഗന് നേരെ ആക്രമണം ഉണ്ടായത് പ്രസിഡന്റായി തിരഞ്ഞെടുത്ത ദിവസങ്ങൾക്കുള്ളിൽ വാഷിംഗ്ടണിലെ ആദ്യത്തെ പൊതുപരിപാടികളിൽ ഒന്നിൽ പ്രസംഗിച്ച് തിരിച്ചു വരുന്നതിനിടെയായിരുന്നു റീഗന് നേരെയുള്ള വെടിവെപ്പ്. ജോൺ ഹിക്ലി എന്ന ആളായിരുന്നു ആക്രമണത്തിന് പിന്നിൽ. റിവോൾവർ ഉപയോഗിച്ചുള്ള വെടിവെപ്പിൽ ഇടത് കൈയുടെ അടിഭാഗത്തായിട്ടാണ് റീഗന് ഗുരുതരമായി പരിക്കേറ്റത്. നട്ടലിനും ശ്വാസകോശത്തിനും പരിക്കേറ്റ അദ്ദേഹത്തെ രക്തസ്രാവത്തെ തുടർന്ന് മരണപ്പെടുമെന്ന സ്ഥിതിയിലാണ് ആശുപത്രിയിൽ എത്തിച്ചത് പോലും. മരണപ്പെടുമെന്നായിരുന്നു എല്ലാവരും കരുതിയിരുന്നത്. എങ്കിലും ദീർഘകാലത്തെ ചികിത്സയ്ക്ക് ശേഷം അദ്ദേഹം ജീവിതത്തിലേക്ക് മടങ്ങിയെത്തുകയായിരുന്നു. ഏകദേശം 1 മാസത്തോളമാണ് വിവിധ ശസ്ത്രക്രിയകളും ചികിത്സകളുമായി അദ്ദേഹം ആശുപത്രിയിൽ കഴിഞ്ഞുകൂട്ടിയത് എന്നുള്ളതാണ്. ഈ ആക്രമണത്തിൽ വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി ജെയിംസ് ബ്രാഡി, സീക്രട്ട് സർവീസ് ഏജന്റ് ടിം മാക്കർത്തി, വാഷിംഗ്ടൺ പോലീസ് ഓഫീസർ തോമസ് ഡെലാഹാൻഡി എന്നിവർക്കും പരിക്കേറ്റിരുന്നു. 2 പേർ പൂർണ്ണമായും സുഖം പ്രാപിച്ചെങ്കിലും ബ്രാഡിയുടെ തലച്ചോറിന് ക്ഷതമേറ്റതിനെ തുടർന്ന് ശാരീരിക വൈകല്യത്തിലേക്ക് അതെത്തി. പിന്നീട് 2014 അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. ആക്രമണത്തെ തുടർന്ന് സ്ഥിരമായി അസുഖബാധിതനായതിനാൽ ബ്രാഡിയുടെ മരണത്തെ നരഹത്യ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. റീഗനെ ആക്രമിച്ച ഹിംഗ്ലിയെ പിന്നീട് കുറ്റവിമുക്തനാക്കി. മാനസിക വൈകല്യമുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു മോചനം. സെയിന്റ് എലിസബത്ത് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ഹിംഗ്ലി 2016 സെപ്റ്റംബറിലാണ് സൈക്യാട്രിക് കെയറിൽ നിന്ന് മോചിതനായതുപോലും. ഇവിടെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഇപ്പോഴത്തെ കാലത്തിൽ ട്രംപിനൊരു പരിവേഷം കിട്ടുന്നുണ്ട്, ഹീറോ പരിവേഷം. ഈ ഒരു ആക്രമണത്തോടെ ഫലത്തിൽ ട്രംപിന്റെ ജനപ്രീതി കൂടുകയാണ്. വെടിവെപ്പിന് ശേഷം ജനക്കൂട്ടത്തെ നോക്കി ട്രംപ് മുഷ്ടി ചുരുട്ടി ഫൈറ്റ് എന്ന് പറഞ്ഞതും USA എന്നവർ ഏറ്റുവിളിച്ചുകൊണ്ടിരിക്കുന്നതും നവമാധ്യമങ്ങളിൽ തരംഗമാവുകയാണ്. ലോക നേതാക്കളുടെ പിന്തുണയും ട്രംപിനൊപ്പമാണ്. നേരത്തെ പ്രായാധിക്യം മൂലം നാക്കുപിഴയും മറ്റുമായി വലയുന്ന ജോ ബൈഡനെ മാറ്റണമെന്ന് സ്വന്തം പാർട്ടിയിൽ നിന്ന് വരെ അഭിപ്രായമുണ്ടായിരുന്നു. ഇപ്പോൾ അമേരിക്കയുടെ ക്രമസമാധാനം തകർന്നു എന്നതിൽ ഊന്നിയാവും ഇനി ട്രംപിന്റെ പ്രചാരണം മുന്നോട്ട് പോകുക. വെടിയേറ്റു മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പ്രചാരണ രംഗത്തേക്ക് ട്രംപ് തിരികെ എത്തുന്നു. ട്രംപ് ഫോഴ്സ് 1, അതായത് ബോയിങ് 757 എന്ന അദ്ദേഹത്തിൻ്റെ വിമാനം മിൽവോക്കിൽ ലാൻഡ് ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ അദ്ദേഹം എക്സിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. തൻ്റെ പ്രചാരണത്തിൽ ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല എന്ന് നേരത്തെ തന്നെ ട്രംപ് അറിയിക്കുകയും ചെയ്തു. കടുത്ത കുടിയേറ്റ വിരുദ്ധതയും ഇസ്ലാം വിരുദ്ധതയും വെച്ചു പുലർത്തുന്ന ട്രംപിനെ ഇസ്ലാമിക തീവ്രവാദികളാണ് ആക്രമിച്ചതെങ്കിൽ അത് ലോകം മുഴുവൻ പടരുന്ന ഒരു പ്രശ്നമായി മാറുമായിരുന്നു. പക്ഷേ ഇവിടെ പെൻസിൽവേനിയയിലെ ബെത്തൽ പാർക്ക് സ്വദേശിയായ തോമസ് മാത്യു ക്രൂക്കാണ് വെടിവെച്ചതെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തുന്നു. ക്രൂക്സ് റിപ്പബ്ലിക്കൻ അനുഭാവിയാണ് എന്നാണ് വിവരം. വോട്ടർ രജിസ്റ്റർ നൽകിയ വിശദാംശങ്ങളിലാണ് ഈ സൂചനയുള്ളത്. നവംബറിൽ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തോമസ് ആദ്യമായി വോട്ട് ചെയ്യാനിരിക്കുകയായിരുന്നു. 17 വയസ്സുള്ളപ്പോൾ ഡെമോക്രാറ്റിക് പാർട്ടിയോടും ഇടത് ചിന്തയോടും ആഭിമുഖ്യമുള്ള ആക്ട് ബ്ലൂ എന്ന ആക്ഷൻ കമ്മിറ്റിക്കായി $15 സംഭാവന നൽകിയിരുന്നുവെന്നും ഫെഡറൽ ഇലക്ഷൻ കമ്മിറ്റി അല്ലെങ്കിൽ കമ്മീഷൻ റെക്കോർഡുകളിൽ ഉണ്ട് താനും. ബേഥൽ പാർക്ക് ഹൈസ്കൂളിൽ 2024 പഠനം പൂർത്തിയാക്കിയത്. എന്താണ് സംഭവിച്ചത് എന്ന് വ്യക്തമായിട്ടില്ലെങ്കിലും പോലീസിനോട് സംസാരിച്ച ശേഷം പറയാമെന്നായിരുന്നു തോമസിന്റെ പിതാവായിട്ടുള്ള മാത്യു ക്രൂക്സിന്റെ പ്രതികരണം അടക്കം വന്നത്. ഇത്രയും സുരക്ഷ ഉണ്ടായിരുന്ന ഒരു പ്രദേശത്ത് ഇയാൾ എങ്ങനെ തോക്കുമായി എത്തിയെന്നും കെട്ടിടത്തിന്റെ മേൽക്കൂരയിലേക്ക് കയറിയെന്നുമാണ് അന്വേഷണ സംഘം ഇപ്പോൾ പരിശോധിക്കുന്നത്. പ്രചരണ വേദിക്ക് സമീപത്തെ കെട്ടിടങ്ങളെല്ലാം തന്നെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ സ്നൈപ്പർമാർ നിരീക്ഷണത്തിലാക്കിയിട്ടും അക്രമി ഇവിടെ നിന്ന് വെടിയുതിർക്കുന്നത് എന്തുകൊണ്ട് ഇവരുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല എന്ന് വിരമിച്ച ഉദ്യോഗസ്ഥരടക്കം ചോദിക്കുകയാണ്. വിഷയത്തിൽ US പ്രതിനിധി സഭാ സ്പീക്കർ മൈക്ക് ജോൺസൺ രഹസ്യാന്വേഷണ വിഭാഗത്തോടും FBI വിശദീകരണം തേടുന്നു. പക്ഷെ കാര്യങ്ങൾക്ക് വ്യക്തതയില്ല എന്ന് പറയട്ടെ. അമേരിക്കയുടെ ക്രമസമാധാനത്തെക്കുറിച്ച് എല്ലാവർക്കും ആശങ്കയുണ്ട്. കാരണം
ഒന്നാന്തരം ഗുണ്ടാപ്പട സ്വന്തമായുള്ളയാളാണ് ട്രംപ് എന്ന് പറയപ്പെടുന്നത്. അവരെ വികാരപരമായി ഉദ്ദീപിപ്പിച്ച് അദ്ദേഹം അഴിച്ചുവിട്ടാൽ പിന്നെ യുദ്ധസമാനമായ സാഹചര്യമായിരിക്കും അവിടെ ഉണ്ടാകാൻ പോകുന്നത്. അത് കഴിഞ്ഞ തവണ അത് അമേരിക്ക കണ്ടതാണ്. തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ എത്ര പേരുടെ ചോര ഒഴുകുമെന്നത് ഒരു ചോദ്യമായി ഇപ്പോൾ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ട്രംപിൻ്റെ വലത് ചെവിയുടെ മുകൾ ഭാഗത്തുകൂടി ആഞ്ഞുപോയ ആ വെടിയുണ്ട അദ്ദേഹത്തെ ജീവിതത്തെ തീർത്തില്ല. പകരം അദ്ദേഹത്തിൻ്റെ ചെവിയുടെ എവിടെയോ ആ വലത് ചെവിയുടെ മുകൾ ഭാഗത്ത് മാത്രം തട്ടി മുന്നോട്ട് പോയത്. അത് ആര് തീർത്തുവിട്ടതാണെങ്കിലും അതിന് പിന്നിൽ പ്രവർത്തിച്ചവരാരാണ്? വിജയമെന്ന് പറയപ്പെടുന്നത് പ്രസിഡൻഷ്യൽ പദവിയിലേക്ക് മടങ്ങി വരിക എന്നുള്ളത് ട്രംപിൻ്റെ ലക്ഷ്യമാണ്. ആ ലക്ഷ്യത്തിലേക്ക് എത്തപ്പെടുന്നതിന് സ്വന്തം ജീവൻ കുരുതി കൊടുക്കുമോ എന്നുള്ളതിനെക്കുറിച്ച് അദ്ദേഹത്തിന് അറിയില്ല. പക്ഷേ എന്തും ചെയ്യാൻ മടിയില്ലാത്ത ട്രംപിൻ്റെ പിമ്പിൽ അല്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുവാൻ കരുത്തുള്ള ഒരു വിഭാഗം ജനമുണ്ട്, ഒരു വിഭാഗം ഗുണ്ടകളുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അങ്ങനത്തെ ഗുണ്ടാ പ്രവർത്തനം അടക്കം ചെയ്യാൻ കഴിയുന്ന ട്രംപിനെ സഹായിച്ചതിന് പിന്നിൽ, ട്രംപിനെ കൊലപാതകത്തിലേക്ക് നയിച്ചതിന് പിന്നിൽ അല്ലെങ്കിൽ കൊല്ലാൻ ശ്രമിച്ചതിന് പിന്നിൽ ആരാണ്? അത് ട്രംപ് തന്നെയാണോ? ട്രംപിൻ്റെ ഗുണ്ടാപ്പട തന്നെയാണോ? വീണ്ടും പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെടുന്നതിന് വേണ്ട തന്ത്രമായിരുന്നു എന്നൊക്കെ വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട് അമേരിക്കയിലൊക്കെ. പക്ഷേ ഇതിൻ്റെ യാഥാർത്ഥ്യം കണ്ടുപിടിക്കുവാനുള്ള ശ്രമം FBI തുടരുകയാണ്. അത് തുടർന്നു വരുമ്പോൾ, അതിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് എത്തപ്പെടുമ്പോൾ ട്രംപ് വിജയിച്ച് പ്രസിഡന്റാകുമോ എന്ന് കാത്തിരുന്ന് കാണാം.